ഇന്ന് നമ്മളൊരു ബേക്കറി സ്നാക്കാണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 3 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയാക്കുന്നത്. പഞ്ചസാര, മൈദ, ഒരിത്തിരി നെയ്യൂടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ആവുന്ന സമയത്ത് 1/2 കപ്പ് പച്ചവെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര നന്നായിട്ട് തിളച്ച് മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 3-3.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാകും. മെൽട്ടാക്കിയിട്ടുള്ള നെയ്യ് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ ബട്ടർ മെൽട്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഈ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ ഷുഗർ സിറപ്പ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത് ഏത് പാത്രത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാറി തന്നെ വേണം. എന്നാൽ തണുത്ത് പച്ചവെള്ളം പോലെ ആവണമെന്നില്ല. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നല്ല ചൂടുണ്ടാവാനായിട്ട് പാടില്ല. ഈ സമയത്ത് ഇതിലേക്കൊരു 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മൈദയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 2 കപ്പ് എടുത്ത് വെക്കുക. ചിലപ്പോൾ ഒരു 2 കപ്പ് വേണ്ടി വരില്ല. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുത്താൽ മതിയാകും. അത്യാവശ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് മിക്സായി ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ രീതിയിൽ എത്തുന്ന സമയത്ത് നിർത്തിയിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് അത്യാവശ്യം വലിയൊരു ബോൾ എടുത്തിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് മൈദയൊന്നും ചേർക്കാതെ ഇത്തിരി നെയ്യ് തടവിയിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തിയൊക്കെ പോലെ അത്രയ്ക്ക് തിന്നായി പോകാൻ പാടില്ല. ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന പ്രശ്നം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കത്തി വെച്ചിട്ട്. ഞാനിപ്പോൾ ഒരു പിസ്സ കട്ടർ കയ്യിലുണ്ടായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്ക് വലുതായിട്ട് വേണ്ട, കുറച്ചുകൂടി ചെറിയ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ മതിയാകും. ഇത് നമ്മൾ പരത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കണം. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ സമയത്ത് തന്നെ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടാവുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ പരത്തി മുറിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ കളറ് മാറുകയും ചെയ്യും. ഉൾഭാഗം ഫ്രൈ അതായത് വേവാതെ ആയിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കാരണം ചെറുതായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കളർ മാറുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന പ്രശ്നമോ അതുപോലെ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ മുട്ടയൊക്കെ ചേർത്തിട്ടായിരുന്നു മുൻപ് നമ്മളൊരു വെട്ടപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു ബെറ്റർ റിസൾട്ട് തന്നെയായിരിക്കും ഇത് ചെയ്യുന്ന സമയത്ത് കേട്ടോ. എണ്ണയിലിടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത ബാച്ച് റെഡിയാക്കി എടുക്കണം. ആ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് ചിലപ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് 2 ഭാഗമൊക്കെ അത്യാവശ്യം നല്ല കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കാരണം ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ട് നിന്നാൽ പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കളർ മാറും. കാരണം പുറത്ത് ഇരുന്നിട്ടുള്ള ചൂടിൽ ഒന്നുകൂടി ഇത് ഫ്രൈ ആയി വരും. അപ്പോൾ ഒരു ചെറിയ കളറായി വരുന്ന സമയത്ത് തന്നെ വേഗം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇതേ രീതിയിൽ നമ്മൾ സ്നാക്ക് റെഡിയാക്കാറുള്ളതാണ്. നമ്മൾ തന്നെ ഒരു വെട്ടപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, മുട്ടയൊക്കെ ചേർത്തിട്ട് മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. പക്ഷെ മൈദയിലേക്ക് നമ്മൾ പഞ്ചസാര അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിനേക്കാളും ഭയങ്കര ഒരു ടേസ്റ്റ് കൂടുതലാണ് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മൈദ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്കിന് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ തീയിലിട്ടിട്ടും ചെയ്യരുത്. അങ്ങനെ ചെറിയ തീയിലാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓയിൽ ഒരുപാട് കുടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 2 ബാച്ചും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്, ഒക്കെ ചൂടാറി കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചൂടോട് കൂടെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കഴിക്കാൻ. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലൊക്കെ ഇട്ട് അടച്ച് സൂക്ഷിച്ച് നമുക്ക് വെക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. കറക്റ്റ് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിപ്പോൾ 2 കളറിലുള്ള ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറുത്ത കളറിൽ വന്നിട്ടുള്ളത് ഒരു ഇത്തിരി മൂപ്പ് കൂടി പോയിട്ടുള്ളതാണ്. കുഴപ്പമില്ല, അതൊരു ഇത്തിരി ഹാർഡായിരിക്കും. പക്ഷേ ഈ ഒരു കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ലൊരു സോഫ്റ്റോട് കൂടിയിട്ടുള്ളൊരു ക്രിസ്പി ആയിരിക്കും. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാകും. ശരിക്കും ഇത് പരത്തിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയ്ക്കൊരു കട്ടിയില്ല. പക്ഷെ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടില്ല നല്ലൊരു തിക്നെസ്സോട് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. പെട്ടെന്ന് തന്നെ കയ്യിൽ വെച്ച് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നല്ല ക്രിസ്പിയോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ശരിക്കും വളരെ എളുപ്പമല്ലേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. പഞ്ചസാര മൈദ ഒരു ഇത്തിരി നെയ്യൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടാക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്നാക്കിൻ്റെ ഒരു അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.